ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 59-ാം സങ്കീർത്തനം 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എന്റെ ദുർഗം. സങ്കീർത്തകനായ ദാവീദ് വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ്, എന്റെ ബലമായവനെ. ദൈവത്തെ വിളിക്കുകയാണ് എന്റെ ബലമായവനെ. പ്രിയ സഹോദര സഹോദരി, ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയമാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും യേശു ക്രിസ്തു നൽകുന്ന വിമോചനത്തിലേക്ക് കടന്നു വരുവാനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ വിളിച്ചതുപോലെ നമുക്ക് ദൈവത്തെ വിളിക്കാം, എന്റെ ബലമായവനെ. എത്രയോ വലിയ ഒരു തിരിച്ചറിവാണിത്. നമ്മുടെ കർത്താവ് നമ്മുടെ ബലമാണ്. നമ്മുടെ ജീവിതത്തിന്റെ കോട്ട, സംരക്ഷണം നമ്മുടെ ദൈവമാണ്. ഈ വലിയ ബോധ്യത്തോടെ എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആനന്ദമുള്ളവരായി കർത്താവിനെ മനം തുറന്ന് പാടി ആരാധിക്കാം. ചേർന്ന് പാടി ആരാധിക്കുന്നു. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ, യേശുവിൻ നാമത്തിൽ. ചേർന്ന് പാടുന്നു. അഭിഷേകത്തോടെ പാടിക്കേ. സകല കെട്ടുകളും അഴിയട്ടെ, ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിൻ നാമത്തിൽ. സ്വരമുയർത്തി. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിൻ പാപബന്ധനത്തിന് കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിൻ നാമത്തിൽ. രോഗപീഠകൾ മാറട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ, യേശുവിൻ നാമത്തിൽ. ആത്മാവിൽ നിറഞ്ഞു പാടിയേ. രോഗപീഠകൾ മാറട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ, യേശുവിൻ നാമത്തിൽ. അല്പം കൂടി ശക്തിയോടെ. രോഗപീഠകൾ മാറട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ, യേശുവിൻ നാമത്തിൽ. അഭിഷേകത്തോടെ പാടിക്കേ. വിശ്വാസത്തിൽ നിറയട്ടെ, അഭിഷേകത്താൽ കവിയട്ടെ, യേശുവിൻ നാമത്തിൽ. വിശ്വാസത്താൽ നിറയട്ടെ, അഭിഷേകത്താൽ കവിയട്ടെ, യേശുവിൻ നാമത്തിൽ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിൻ നാമത്തിൽ. ചേർന്ന് പാടുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, ഉയർത്തിയടിച്ച്. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ, യേശുവിൻ നാമത്തിൽ. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ, യേശുവിൻ നാമത്തിൽ. കരങ്ങൾ താഴ്ത്തിയടിച്ച്. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിൻ നാമത്തിൽ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിൻ നാമത്തിൽ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. സകല സാത്താന്യ ബന്ധനങ്ങളും തകരുവാൻ, ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലുകളായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ കരമുയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കും മക്കളെ. യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുതത്തിന്റെ ദൈവമേ, അഭിഷേക കരങ്ങൾ നീട്ടി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ, തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ, വംശ പരമ്പരകൾ സ്വതന്ത്രമാകട്ടെ, കുടുംബ പാരമ്പര്യങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കേ. കർത്താവിന്റെ ജ്ഞാനത്താൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ഓരോ സഹോദരനും സഹോദരിയും
ദൈവിക ജ്ഞാനം നിറയാൻ വേണ്ടി സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗം തുറക്കണമേ. അഭാപിതാവേ, അഭിഷേകം പകരണമേ. സൗഖ്യമാക്കുന്ന അഭിഷേകം, വിടുവിക്കുന്ന അഭിഷേകം, അനുഗ്രഹിക്കുന്ന അഭിഷേകം, ശക്തീകരിക്കുന്ന അഭിഷേകം, ഞങ്ങളെ ദൈവകൃപയിലേക്ക് നയിക്കുന്ന അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം, ഫയർ അനോയിന്റിംഗ് കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. കുടുംബങ്ങളിൽ കത്തി ജ്വലിക്കട്ടെ. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ജീവിതങ്ങളിലെ ബന്ധന കുരുക്കുകൾ അഴിഞ്ഞു മാറുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ കുരിശിനാൽ സാത്താൻ ആധിപത്യ അധികാര പോരുകൾ കത്തി ചാരമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അനേക മക്കളിലേക്ക് ശക്തമായ ഡെലിവറൻസുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരുടെയും ശരീരത്തിൽ ദൈവശക്തി അനുഭവിക്കാൻ കഴിയുന്നു. മാനസികമായി തകർന്ന അനേകം ജീവിതങ്ങളെ ഇത് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പവർ, പവർ, പവർ. ഒഴുകട്ടെ, ഒഴുകട്ടെ. ആത്മാവിലുള്ള കെട്ടുകൾ അടിയട്ടെ. ആത്മാവിൽ പിശാച് വിതച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ കളകളെയും പരിശുദ്ധാത്മാവെ പിഴുതു കളയുക. റിലീസ്, റിലീസ്, റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെടുത്ത്, ഏറ്റെടുത്ത് ഈ അഭിഷേകം സ്വീകരിച്ച് ഒരിക്കൽ കൂടെ കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിച്ചതിനാൽ, സുഖപ്പെടുത്തിയതിനായി, അഭിഷേകിച്ചതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ അവിടുത്തെ അഭിഷേക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് സാത്താൻ നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. 3-4 ആഴ്ചകൾക്ക് മുൻപ് എപ്രകാരമാണ് ദൈവമക്കളെ സാത്താൻ വഞ്ചിക്കുന്നത്, പിശാചിന്റെ ഡിസെപ്ഷന്റെ വ്യത്യസ്ത മുഖങ്ങളെ കുറിച്ച് നമ്മൾ വചനത്തിൽ നിന്ന് ധ്യാനിച്ചിരുന്നു. അതിന്റെ മറ്റൊരു തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അനേകം ജീവിതങ്ങളെ പിശാച് ഇന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാജമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, മിഥ്യയായിട്ടുള്ള അറിവുകൾ നൽകിക്കൊണ്ട്, നെഗറ്റീവായ ഒന്നിനെ പോസിറ്റീവായി, തെറ്റായ ഒന്നിനെ റിയലായി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് പിശാച് അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നുണ്ട്. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുക. ഞാനും നിങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ദുർവൃത്തിക്കുള്ള സ്വാതന്ത്ര്യമല്ല, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ പരക്കം പായാനുള്ള സ്വാതന്ത്ര്യമല്ല. ആ സ്വാതന്ത്ര്യം നിത്യജീവനിലേക്ക്, ആ സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക്, ആ സ്വാതന്ത്ര്യം ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ നിറവിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഇന്ന് നമുക്ക് കാണാൻ പറ്റും, ഈ തലമുറയുടെ മുദ്രാവാക്യം തന്നെ ഫ്രീഡം എന്ന. ഫ്രീഡം എന്തിനുള്ള ഫ്രീഡം? പാപം ചെയ്യാനുള്ള ഫ്രീഡം, വഴിവിട്ട ലൈംഗികതയ്ക്കുള്ള ഫ്രീഡം. ദൈവമക്കളെ, പറയുന്നതിൽ നിങ്ങൾ ആരും വിഷമം വിചാരിക്കരുത്. കർത്താവ് നൽകുന്ന ഹൃദയ ഭാരം, ആ ഭാരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ LKG പഠിക്കുന്ന മോള്, അവൾക്ക് 4-5 വയസ്സായിട്ടുള്ളൂ. അവളെ പപ്പയോട് പറഞ്ഞു, പപ്പേ
എനിക്ക് അല്പം ഫ്രീഡം വേണം കേട്ടോ. ഈ എല്ലാ കാര്യത്തിലും എന്റെ പുറകെ നടന്ന് മോളെ മോളെ എന്ന് വിളിക്കാതെ എനിക്ക് കുറച്ച് ഫ്രീഡം തായോ പാപ്പേ. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ വ്യക്തികൾ വരെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഫ്രീഡം. ഈ ഫ്രീഡം അനേകർ പാപത്തിനു വേണ്ടി, അശുദ്ധിക്ക് വേണ്ടി, ദുർവൃത്തിക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. എന്നാൽ സഹോദര സഹോദരി, യേശു നൽകുന്ന സ്വാതന്ത്ര്യം എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യേശു നൽകുന്ന സ്വാതന്ത്ര്യം അതാ. അത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. താൽക്കാലിക നേരമല്ല, അല്പനിമിഷത്തേക്കല്ല. അത് ശാശ്വതമായ സ്വാതന്ത്ര്യ, യഥാർത്ഥ സ്വാതന്ത്ര്യ. ഈ സ്വാതന്ത്ര്യം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. എന്നാൽ പിശാച് നൽകുന്ന സ്വാതന്ത്ര്യം അത് നമ്മളെ നിത്യനാശത്തിൽ എത്തിക്കുവാനാണ്. ഞാനൊരു കാര്യം വളരെ സ്നേഹത്തോടെ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. കാരണം പിശാചിനറിയാം അവന്റെ അവസാനം എന്തായിരിക്കുമെന്ന്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വചനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നുണ്ട് സാത്താന്റെ അവസാനം എന്തായിരിക്കുമെന്ന്. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഇത് കൃത്യമായിട്ട് പിശാചിനറിയാം. അതുകൊണ്ട് താൻ അവിടെ ഒറ്റയ്ക്ക് പോയി കിടക്കാതിരിക്കാൻ തന്റെ കൂടെ കുറെ ആൾക്കാർ വേണമല്ലോ. അതിനുവേണ്ടി ഇന്ന് പിശാചി തലമുറയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാ. ഈ വഞ്ചന മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടത്തെ ദൈവമക്കളായി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ ഇപ്രകാരം വചനം പഠിപ്പിക്കുകയാണ്, ആരും നിങ്ങളെ അർത്ഥശൂന്യമായ വാക്കുകളാൽ വഞ്ചിക്കാതിരിക്കട്ടെ. ഇത് കൃത്യമായൊരു താക്കീതാണ് ദൈവമക്കളെ. അർത്ഥശൂന്യമായ വാക്കുകളാൽ. എന്താണ് ഈ അർത്ഥശൂന്യമായ വാക്കുകള്? അപ്പോസ്തലൻ പറയുന്നുണ്ട് എഫെസോസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം അവിടെ 3 മുതൽ വാക്യങ്ങൾ, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരു വിധത്തിലുള്ള അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. ദൈവജനം എപ്രകാരമുള്ളവർ ആയിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക. വീണ്ടും പറയാണ്, നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ വിധത്തിൽ ജീവിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. വീണ്ടും 5-ാം വചനത്തിൽ പറയാണ്, വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതേ തുടർന്ന് അപ്പോസ്തലൻ പറയാ, ആരും നിങ്ങളെ അർത്ഥശൂന്യമായ വാക്കുകളാൽ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന് അനേകർ പറയുന്നുണ്ട്, അല്പം കള്ളു കുടിച്ചത് കൊണ്ട്, മദ്യം കഴിച്ചത് കൊണ്ടൊന്നും വിരോധമില്ല, അത് വലിയ പാപമൊന്നല്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യുക. ജീവിതം എന്തിനു വേണ്ടിയിട്ട്? അത് അടിച്ചു പൊളിക്കാനല്ലേ, എൻജോയ് ചെയ്യാനല്ലേ. എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുക. കള്ളു കുടിച്ചിട്ടാണ് കള്ളു കുടിച്ച്, വ്യഭിചാരം ചെയ്തിട്ടാണ് വ്യഭിചാരം ചെയ്ത്, ദുർവൃത്തി ചെയ്തിട്ടാണ് ദുർവൃത്തി ചെയ്ത്, ചീത്ത കൂട്ടുകെട്ടുകൾ അവിഹിത വേഴ്ചകളുമാണെങ്കിൽ അപ്രകാരം എങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കാൻ പറ്റും. ഇതൊന്നും പാപമല്ല, ഇതൊന്നും തെറ്റല്ല എന്ന് പറയുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതാണ് അർത്ഥശൂന്യമായ വാക്കുകള്, ഇതാണ് വഞ്ചനയുടെ വാക്കുകള്, ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ വാക്കുകളാൽ നമ്മെ ആരും വഞ്ചിക്കാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു വലിയ കപ്പൽ യാത്ര നടന്നുകൊണ്ടിരിക്കുക. ഈ കപ്പൽ, നമുക്കറിയാം, കപ്പലിൽ യാത്ര ചെയ്ത പലരും ചിലപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. കപ്പൽ യാത്രയുടെ പ്രത്യേകത എന്താ? കപ്പലിൽ പല ലെയറുകൾ, പല പല തട്ടുകളുണ്ട്. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, എക്കണോമിക് ക്ലാസ്, ഇതെല്ലാം പല പല ലെയറുകളായിട്ട്, പല പല തട്ടുകളായിട്ടാ. ഇങ്ങനെ ഈ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കപ്പലിലെ കപ്പിത്താൻ ഇപ്രകാരം അനൗൺസ് ചെയ്തു, എക്കണോമി ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബിസിനസ് ക്ലാസ്സിലോട്ട് കടന്നു ചെല്ലാവുന്നതാണ്. ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ എക്കണോമി ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് വലിയ സന്തോഷമായി. കാരണം അവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല.
ഇവർ വളരെ ആനന്ദത്തോടെ ബിസിനസ് ക്ലാസ്സിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവർ അങ്ങ് അമ്പരന്ന് പോയി. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്രയും മനോഹരമാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല വെറൈറ്റി ഭക്ഷണങ്ങളാണ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, ഇങ്ങനെ വെറൈറ്റി ജ്യൂസുകളുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു, നിങ്ങളെങ്ങനെ നോക്കിക്കണ്ട് നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. എന്തെന്നല്ല കപ്പിത്താൻ, ഇവരൊക്കെ പറയാൻ തുടങ്ങി, ഇതുപോലൊരു കപ്പിത്താനെ കണ്ടിട്ടില്ല, എന്തൊരു ഫ്രീഡം നമുക്ക് തരണേ, എന്തൊരു സ്വാതന്ത്ര്യം തരണേ. ഇവര് ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അനൗൺസ്മെന്റ് കേട്ടു, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാം. ഉടനെ അവർ വിശാലമായ ബെഡ്റൂമിലോട്ട് ചെന്ന് സുഖമായി റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അനൗൺസ്മെന്റ് കൂടി കേട്ടു, ഇനി നിങ്ങൾക്ക് കളിക്കാനുള്ള സമയം, പന്ത് കളിക്കൽ പന്ത് കളിക്കാം, ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം. ഇവർ വിശാലമായി ഇവരങ്ങ് കളിക്കാൻ തുടങ്ങി, ഉല്ലസിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനമായി ആ കപ്പിത്താൻ ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്തു. കപ്പലിൽ എല്ലാ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങിത്താഴാൻ പോവുകയാണ്. ഇത് കേട്ടതോടുകൂടി ഒരു നടുങ്ങി വിറച്ചു. മുങ്ങിത്താഴുന്ന കപ്പലിൽ കപ്പിത്താൻ എന്തായാലും ഒരു മരിക്കാൻ പോവുക, എന്തായാലും ഇവർ ഇല്ലാതാവാൻ പോവുക. എന്നാൽ ഇവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തൊരു സ്വാതന്ത്ര്യമായിരുന്നു. ഇതുപോലെയാണ് ദൈവമക്കളെ സാത്താൻ നൽകുന്ന സ്വാതന്ത്ര്യം. പിശാച് പറയും, നീ കള്ളു കുടിച്ചോ, നീ കുടിച്ച് എൻജോയ് ചെയ്തോ. പിശാചിനറിയാം ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന്. സാത്താൻ പറയും, നീ വ്യഭിചരിച്ചോ, വല്ലപ്പോഴൊക്കെ ആയിക്കോ. എന്തിനാ ഒരു ഭാര്യ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ എന്തിനാ ഈ കന്യകാത്വം, ഈ വെർജിനിറ്റി, എന്തിനാ ഈ ചാരിത്രം? വിശ്വസിക്കുന്ന വിലയില്ലാന്നേ. ഈ ലോകത്തിൽ വില കിട്ടണമെങ്കിൽ ഈ ലോകം പറയുന്ന പോലെ ജീവിക്കണം. ഒരു വ്യഭിചാരം, അശുദ്ധ ബന്ധങ്ങള്, ചീത്ത കൂട്ടുകെട്ടുകൾ, അവിഹിത വേക്ഷകള്, ബ്ലൂ ഫിലിമുകള്, ദുർവൃത്തികള് നീ ആസ്വദിച്ചോ, വല്ലപ്പോഴൊക്കെ എൻജോയ് ചെയ്തോ, ജീവിതം അടിച്ചു പൊളിച്ചോ. പിശാചിനറിയാം ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന്. ദൈവമക്കളെ, ഇന്ന് ഇതുപോലെയാണ് അനേകരെ സാത്താൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. വളരെ വ്യക്തമായിട്ടാണ് വചനം പറയുന്നത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവസരം കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മൾ സാധാരണ ചില പത്രങ്ങളിലൊക്കെ കാണാം, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരന്മാർ നുഴഞ്ഞു കയറി. ഇതുപോലെ പിശാചിന് അവസരം കൊടുത്താൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറി അവിടെ എല്ലാം നാശത്തിന്റെ വിത്ത് വിതയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് യേശു പറഞ്ഞത്, കള്ളൻ എന്തിനാ വരുന്നേ? യോഹന്നാന്റെ സുവിശേഷം 10:10 യേശു പറഞ്ഞു, പിശാച് എന്താണ് ദൈവമക്കളിൽ ചെയ്യുന്നത്? അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. സാത്താൻ നുഴഞ്ഞു കയറി നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെ, ദൈവത്തിന് കൃപയെ മോഷ്ടിച്ച് നമ്മളിലുള്ള ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി നമ്മളെ കൊന്ന് നിത്യനാശത്തിന്റെ അടിമകളാക്കി നമ്മളെ മാറ്റുന്നു. ഇതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയത്, സാത്താന് നമ്മൾ അവസരം കൊടുക്കരുത്. എഫെസസ്കാർക്ക് ലേഖനം 6:11 നമുക്ക് കാണാൻ പറ്റും. വീണ്ടും വചനം പ്രഖ്യാപിക്കുകയാണ്, സാത്താന്റെ കുടിയില്ല തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രം. സാത്താൻ ഈസ് നോട്ട് സ്ട്രോങ് ബട്ട് ഈസ് കണ്ണിങ്. പിശാച് ബലവാനല്ല, തന്ത്രശാലിയ കുടില തന്ത്രം. ഇന്ന് ഇതാണ് പിശാച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ. സാത്താൻ ഇത്, അതുകൊണ്ട് ഇന്ന് എത്ര കുടുംബങ്ങളെ തകർന്നുകൊണ്ടിരിക്കുന്നത്, എന്തോരം കുടുംബ ബന്ധങ്ങളാ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഈ കുടില തന്ത്രം ഉപയോഗിച്ച് അവരെ എല്ലാം തകർക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ വചനത്തിലൂടെയെല്ലാം എന്താണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്? അർത്ഥശൂന്യമായ വാക്കുകളാൽ, കുടില തന്ത്രങ്ങളാൽ പിശാചിന്റെ വഞ്ചനയ്ക്ക് ഇരയാകാതിരിക്കാൻ ഞാനും നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരാകണമെന്ന്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് തയ്യാറാവുക. അതുകൊണ്ട് ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നൽകിയ ഈ മുന്നറിയിപ്പിനെ ഏറെ ആനന്ദത്തോടെ നമ്മൾ സ്വീകരിക്കുക. പിശാച് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വഴി അത് സൂപ്പർ ഹൈവേയെക്കാളും വിശാലമായിരിക്കും. എന്നാൽ അതിന്റെ ഡെസ്റ്റിനേഷൻ, അതിന്റെ അവസാനം വളരെ നാശവും തകർച്ചയുമായിരിക്കും. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ അവിടെ വചന ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. പാപത്തിന്റെ വഴി, മ്ലേച്ഛതയുടെ വഴി, ഈ ലോകത്തിന്റെ വഴി വിശാലമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അതിന്റെ ഡെസ്റ്റിനേഷൻ അത് നിത്യനാശമാണെന്ന് മനസ്സിലാക്കുക. തുടർന്ന് യേശു പറഞ്ഞു, എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വഴി അത് വാതിലിടുങ്ങിയതാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ സ്വന്തമാക്കെന്ന് പറയുന്നത് അത്ര ഈസി അല്ല. എന്നാൽ സഹോദര സഹോദരി, അത് ഇമ്പോസിബിളുമല്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് ആ വാതിൽ ഇടുങ്ങിയതാണ്, വഴി വീതി കുറഞ്ഞതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ത്യാഗമുണ്ട്, കഷ്ടതയുണ്ട്, ഞെരുക്കങ്ങളും ചില സഹനങ്ങളുമുണ്ട്. എന്നാൽ ആ വഴിയുടെ അവസാന ഡെസ്റ്റിനേഷൻ അത് വലിയ ആനന്ദമാണ്, അത് നിത്യജീവന്റെ അനുഭവമാണ്. ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ്. പ്രിയ ദൈവമക്കളെ, ഇതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ നൽകുന്ന സ്വാതന്ത്ര്യത്തെ, വഞ്ചനകളെ വലിച്ചെറിഞ്ഞ് ഒരു യഥാർത്ഥ ദൈവ പൈതലായി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാനിനാരാധന, ആത്മജരേകിടും ആരാധന. ഓസ്തിരൂപനായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനെ, ഞങ്ങൾ ഇത് അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തോടെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ നിയോഗമായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലുമുള്ള സകല സാത്താന അടിസ്ഥാനങ്ങൾ തകർക്കപ്പെട്ട് യേശുവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്താൽ നമ്മൾ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തി രൂപനായി നമ്മെ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനുമായി ഇത് ദിവ്യ കാരുണ്യമായി നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇത് വിശ്വാസത്തിന്റെ മണിക്കൂറുകളാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അത്ഭുതത്തിന്റെ സമയമാണ്. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപുരം തുറന്നു പിടിക്കേ, നിലവിളിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, വർഷങ്ങളായി പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങള്, അപ്രകാരമുള്ള കുടുംബങ്ങളിലുള്ള എല്ലാ സാത്താൻ അടിസ്ഥാനങ്ങളെയും കർത്താവ് ഛിന്ന ഭിന്നമാക്കുന്ന സമയം. യേശുവേ, 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 അത്ഭുതത്തിന്റെ ദൈവമേ, ഞങ്ങളെ വിമോചിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ഈശോയെ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിക്കുക മക്കളെ. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ബന്ധനത്തിന്റെ കെട്ടുകള്, സാത്താന്യ മുഖങ്ങള്, തിന്മയുടെ അധികാര ആധിപത്യ പോരുകള് ഇതാ നിർവീര്യമാകുന്നു. കരമുയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ,
പെരുമഴ പോലെ പെയ്യട്ടെ, നദി പോലെ ഒഴുകട്ടെ, കൃപയായി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ മേൽ കർത്താവിന്റെ കരം നീളുന്നു. നിങ്ങളെ നിരവധിയായ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഇതാ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ആരാധന, 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 ആരാധന. ജനകോടികൾ അഭിഷേകം ചെയ്യണമേ, ജനകോടികൾ അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേക മക്കളെ കർത്താവെ അനുഗ്രഹിച്ചതിനായി, സൗഖ്യമാക്കിയതിനായി, വിശുദ്ധീകരിച്ചതിനായി നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി.